പാലാ നഗരസഭയിൽ ഭരണപ്രതിസന്ധിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ജോസ് കെ മാണി പ്രതികരിച്ചത് ഏറെ ശ്രദ്ധേയമായിരുന്നു. സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തോടെ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. കോൺഗ്രസിലെ എല്ലാവരുടെയും പിന്തുണ ഈ വിഷയത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. KPC നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഈ വിഷയത്തിൽ നിർണായകമാണ്. കേരള കോൺഗ്രസ് എമ്മുമായി തൽക്കാലം ഒരു ബാന്ധവം ആഗ്രഹിക്കാനാവില്ല. എന്നാൽ പാലയിലെ ഭരണം നിലനിർത്തുകയും വേണമെന്നാണ് പ്രതിസന്ധി. സ്വതന്ത്ര കൂട്ടായ്മയുമായി സഹകരിക്കാതെയുള്ള രാഷ്ട്രീയ നീക്കത്തിനാണ് കേരള കോൺഗ്രസ് എം ലക്ഷ്യമിടുന്നത്. അങ്ങനെ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ ഒരു ഭരണ സംവിധാനമായി പാല മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, അണിയറ നീക്കങ്ങൾ ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ്? സ്വതന്ത്ര കൂട്ടായ്മയുടെ ലക്ഷ്യം എന്താണ്? അവർക്കിപ്പോൾ രണ്ടുപേരുമായും ജോസ് കെ മാണിയുമായി സഹകരിക്കാനാവില്ല. ആ ജന്മശത്രുക്കളാണ്, സംശയമില്ല. ഇപ്പോഴത്തെ കോൺഗ്രസുമായി പ്രശ്നമുണ്ട്. കോൺഗ്രസിനും ഭരണം നിലനിർത്തേണ്ട വലിയ ബാധ്യതയുണ്ട്. ജോസ് കെ മാണിക്കും ചില ലക്ഷ്യങ്ങളുണ്ട്. എന്താണ് അണിയറ നീക്കങ്ങൾ ശ്രീജിത്ത്? രഞ്ജിത്ത്, എങ്ങനെയെങ്കിലും പാലാ നഗരഭരണം നഷ്ടപ്പെടുന്ന ഒരു നിലയിലേക്കാണ്, അല്ലെങ്കിൽ അത് തറക്കുക എന്നുള്ളതാണ് ഫലത്തിൽ കേരള കോൺഗ്രസ് എം ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്നും ഫലത്തിൽ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. തർക്കങ്ങൾ ഉണ്ടാകുന്നു, വലിയ രൂക്ഷമായ തർക്കങ്ങളിലേക്ക് പോകുന്നു, പ്രമേയം പാസ്സാക്കുന്നു, അങ്ങനെ പിന്തുണ പിൻവലിക്കുമെന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും ആകെ 6 കൗൺസിലർമാർ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അതായത് ഇങ്ങനെ ഒരു അഭിപ്രായം കോൺഗ്രസിന്റെ കൗൺസിലർമാർ പറയുമ്പോഴും അത് UDFന്റെ ആകെ നിലപാടായി മാറുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത്. ജോസഫ് ഗ്രൂപ്പിന്റെ 3 അംഗങ്ങൾ, ഒപ്പം തന്നെ മാണി സി കാപ്പന്റെ പാർട്ടിയുടെ 1 അംഗം, ഇത് കൂടാതെ ഈ സ്വതന്ത്ര കൂട്ടായ്മ, ഇതെല്ലാം ചേർന്നതാണ് ഫലത്തിൽ UDF. ഇവരാരും തന്നെ അംഗീകരിക്കാതെ വരുന്നതോടെ ആകെ 6 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് ഫലത്തിൽ കോൺഗ്രസിന്റെ ഈ നിലപാടുള്ളത്. അതിലെ ഈ കോൺഗ്രസിന്റെ എല്ലാ അംഗങ്ങളും ഫലത്തിൽ ഒരേപോലെ ഈ 6 പേരും ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്നതും സംശയകരമാണ്. എന്തായാലും ഈ 6 പേരെ കൊണ്ട് പുതിയൊരു ഭരണം സാധ്യമല്ല. അങ്ങനെയെങ്കിൽ അത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു പിന്തുണയോടുകൂടി വേണം അങ്ങനെ ഒരു ഭരണത്തിലേക്ക് പോകാൻ. അങ്ങനെ ഒരു പിന്തുണ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത് രാഷ്ട്രീയമായ തിരിച്ചടിയായി മാറുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയം പാസാക്കി പാലാ മണ്ഡലം കമ്മിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. KPCC ഇടപെടലിലൂടെ ചില ധാരണകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ജില്ലാ ഘടകം വ്യക്തമാക്കുന്നത്. അതായത് പാലാ മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനത്തെ തൽക്കാലം അത് ആ നിലയിൽ കാര്യമായി മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫലത്തിൽ പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു അവിശ്വാസം LDF കൊണ്ടുവരാനുള്ള സാധ്യതയാണ് തൊട്ട് മുന്നിലുള്ളത്. അങ്ങനെ അവിശ്വാസം കൊണ്ടുവന്നാൽ ഈ 6 പേർക്കും വിപ്പ് നൽകാനുള്ള നീക്കമായിരിക്കും കോൺഗ്രസ് പാർട്ടി നൽകുക. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ അയോഗ്യത ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പാർട്ടി പോകും. എന്തായാലും നിലവിൽ ഒരു കേരള കോൺഗ്രസ് എമ്മുമായിട്ട് സഹകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആണ്. പാലാ നഗരസഭയിലെ പ്രതിസന്ധി അതെങ്ങനെ പരിഹരിക്കാനാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.